PTA പ്രസിഡന്റ് റിൻഷ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ റിൻഷ, ഈ ആരൊക്കെയാണ് ഈ യാത്രയിൽ ഉണ്ടായിരുന്നത്? അതിൽ അപകടം സംഭവിച്ച ആർക്കൊക്കെയാണെന്നുള്ളതിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? ഞങ്ങൾ അങ്ങോട്ട് സംഭവം നടന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കണം. അവര് പൊള്ളാച്ചി ഹോസ്പിറ്റലിലാണ് ഉള്ളത്. പൊള്ളാച്ചിയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് മാറ്റുകയാണെന്ന് ഇങ്ങനെ മഞ്ഞളാംകുഴിയിലെ MLA പറയുന്നുണ്ടായിരുന്നു. കോയമ്പത്തൂർക്ക് നമ്മള് അപകടത്തിൽപ്പെട്ടവരെ കോയമ്പത്തൂർക്ക് ആളുകളെ മാറ്റിയുണ്ട് പറഞ്ഞു. ബാക്കിയുള്ളവർ മരണപ്പെട്ടവരൊക്കെ പൊള്ളാച്ചി ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങൾ യാത്രയിൽ ഞങ്ങൾ അങ്ങോട്ട് എത്തിയിട്ടില്ല. ഞങ്ങളെ സ്കൂളിലെ പ്രധാന അധ്യാപിക, പിന്നെ മറ്റു അധ്യാപകരുണ്ട്, 4-5 അധ്യാപകരുണ്ട്. അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ത്രീയുണ്ട്, അതിന്റെ മോനുണ്ട്, ഞങ്ങൾ ബസ് ഡ്രൈവർ ഉണ്ട്. പിന്നെ അവരെ കൂടെ പോയ ചില അധ്യാപകരെ കുട്ടികളൊക്കെ ഇതിൽ പിന്നെ അപകടത്തിൽപ്പെട്ടിട്ട് മരണം സംഭവിച്ചവർ അറിഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായിട്ടുള്ള വിവരം ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾ അവിടെ ചെന്നതിന് ശേഷം ഇപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാൻ കഴിയുള്ളൂ. റിൻഷ, ഈ വാഹനം എവിടെ നിന്നാണ്? പാങ്ങിൽ തന്നെയുള്ളതാണോ വാഹനം? ചൂനുള്ള മരവട്ടത്തിലുള്ള വാഹനമാണ് വിളിച്ചു പോയിട്ടുള്ളത്. ഇവര് എപ്പോഴാണ് പോയത് സ്കൂളിൽ? പാങ്ങിൽ നിന്ന് പുറപ്പെട്ടത് എപ്പോഴാണ്? രാവിലെ പോയി കാണും. അതായത് ഇന്ന് രാത്രി തന്നെ മടങ്ങി വരാനുള്ള പ്ലാൻ ആയിരുന്നോ? അങ്ങനെ തന്നെ. വണ്ടിയാണ് അത്. ഒരു 2 മാസം മുന്നേ അങ്ങനെ പ്ലാനിങ് ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാരും കൂടെ. പിന്നെ ഞങ്ങൾക്ക് സ്കൂളിൽ നിന്നൊക്കെ വേറെ 1-2 ടൂർ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ മാറ്റി വെച്ചത്. അപ്പൊ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് അവർ ചിലപ്പോ അങ്ങോട്ട് തീരുമാനിച്ചു പോയതായിരുന്നു. ഇവരെല്ലാവരും ഈ പാങ് പരിസര പ്രദേശങ്ങളിൽ തന്നെ ഉള്ള അധ്യാപകരാണോ? സ്വദേശം? അതന്നെ. പിന്നെ ഈ അപകടത്തിൽ സംഭവിച്ച 3 അധ്യാപകര് പാങ്ങിലുള്ളവർ തന്നെ. ഒരാൾ കുളത്തൂരുള്ളത്, ഒരാൾ പുലാമന്തോളുള്ളത്. പ്രധാന അധ്യാപിക അജയ് ടീച്ചർ പുലാമന്തോളാണ്. പിന്നെ ആശ ടീച്ചർ പറഞ്ഞാൽ കുളത്തൂരുള്ളതാണ്. പിന്നെ റംല ടീച്ചർ നമ്മളൊക്കെ വീടിന്റെ അടുത്തുള്ള തന്നെ പാങ്ങിന് പള്ളിപ്പറമ്പുള്ള ആളാണ്. സൂറ ടീച്ചർ പറഞ്ഞാല് പാങ് UP സ്കൂളിന്റെ അടുത്ത് താമസിക്കുന്ന ആളാണ്. പിന്നെ മജീദ് മാഷി പറഞ്ഞ ആള് പാങ് മരമില്ലിന്റെ അവിടെ അമ്പലപ്പറമ്പിൽ താമസിക്കുന്ന ആളാണ്. നിങ്ങൾ എങ്ങനെയാണ് ഈ അപകട വിവരം അറിഞ്ഞത്? എങ്ങനെയാണ് നിങ്ങൾ അപകട വിവരം അറിഞ്ഞത്? എങ്ങനെയാണ്? വേറെ വിവരങ്ങളൊക്കെ ഞങ്ങളിപ്പോ യാത്രയിലാണുള്ളത്. ശരി, നിങ്ങൾ പോയി കേൾക്കുന്നില്ല കേട്ടോ. ശരി, യാത്രയിലാണ്. PTA പ്രസിഡന്റാണ്. പിന്നെ അറിയിക്കാം. ആയിക്കോട്ടെ, ഞങ്ങൾ ബന്ധപ്പെട്ടുകൊള്ളാം. ഓക്കെ റിൻഷ. നാളെ വലിയൊരു അപകടത്തിൻ്റെ ഞെട്ടലാണ് ആ പാങ്. മാത്രമല്ല മുഴുവൻ കേരളവും. മരണം 9 എന്നുള്ളതാണ്. പരിക്കേറ്റവരുടെ നില അത് ഗുരുതരമാണ്. കോയമ്പത്തൂരിലെ ആശുപത്രിയിലേക്ക് പരിക്കേറ്റവരെ മാറ്റേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ മാറ്റുന്നു. മരിച്ച 9 പേര് ഇപ്പോൾ നിലവിൽ പൊള്ളാച്ചിയിലാണുള്ളത്. അവിടെയുണ്ട്. ഒരു ഉല്ലാസയാത്രയ്ക്കായി പോയ അധ്യാപകരും അവരുടെ കുടുംബാംഗങ്ങളുമാണ് ഇത്തരം ദാരുണമായിട്ടുള്ള അപകടത്തിൽപ്പെട്ടത് എന്നുള്ളതാണ്. 13-ാം വളവിൽ നിന്ന് 9-ാം വളവിലേക്ക് ആ വാഹനം നിയന്ത്രണം തെറ്റി വീഴുമ്പോൾ പൂർണ്ണമായും ആ വാഹനം തകർന്ന സാഹചര്യത്തിലായിരുന്നു. മാത്രമല്ല വളരെ എളുപ്പത്തിൽ ആശുപത്രിയിൽ എത്തിക്കാനുള്ള സാഹചര്യമൊന്നും അവിടെ ഇല്ലാത്തതിനാൽ അത് കൂടുതൽ കാര്യങ്ങൾ വഷളാക്കി എന്ന് വേണം മനസ്സിലാക്കാൻ. വലിയ ദുരന്തം തന്നെയാണ് ഈ ദിവസം നമ്മളെ തേടിയെത്തിയത് എന്ന് പറയാതെ വയ്യ. പ്രജിത്തിലേക്ക് ഒരിക്കൽ കൂടി. പ്രജിത്ത, ഈ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പരിക്കേറ്റവരെ. അവരുടെ ആരോഗ്യനിലയും ഗുരുതരമാണെന്നാണ് MLA തൊട്ടു മുമ്പ് പ്രതികരിച്ചത്. അത് എത്ര ദൂരമാണ്? ഇങ്ങനെ അത് ഏത് ഹോസ്പിറ്റലാണെന്നുള്ളതിലൊക്കെ വ്യക്തത വന്നിട്ടുണ്ട്? അതിനു മുമ്പ് മരിച്ചവർ ആരൊക്കെയാന്നുള്ള വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അജിത് 54 വയസ്സ്, HM ആണ്, പുലാമാന്തോൾ സ്വദേശിയാണ്. റംല അധ്യാപകയാണ്, പാങ് സ്വദേശിയാണ്. സുഹറ 43 വയസ്സ് അധ്യാപകയാണ്. ആശ അധ്യാപകയാണ്. മജീദ് അധ്യാപകനാണ്. എല്ലാം ഒരു സ്കൂളിലെയാണ്. സാജിദ അധ്യാപകയാണ്. പിന്നെ ഷക്കീല GUPS പാങ് അധ്യാപകയാണ്. പിന്നെ ഡ്രൈവർ നൌഷാദ് 39 വയസ്സും. ഒപ്പമുണ്ടായിരുന്നവർ ബാക്കിയുള്ളവരുള്ളത് റുഖിയ, ഹിഷാം, ഷഹിദിൻ, മഹസിൻ 10 വയസ്സ് എന്നിവരാണുള്ളത്.